അങ്ങേക്ക് എന്തേ അത് പറയാൻ മടി? അങ്ങേക്ക് എന്തേ അത് ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തോട് പോയി ചോദിക്കണം എന്ന് പറയുന്നത്? അങ്ങ് RSS പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ലീഗ് പരിപാടിയിൽ പങ്കെടുത്തില്ലേ എന്ന് അദ്ദേഹം അങ്ങ് തിരികെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഞാൻ അങ്ങയോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, ദയവ് ചെയ്ത് ഈ വൈകിയ വേളയിലെങ്കിലും കേരളത്തെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന ആത്യന്തികമായി വിശാല ലക്ഷ്യങ്ങളുള്ള ഈ ഏർപ്പാടിന് മുമ്പിൽ നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം. അങ്ങ് ദയവ് ചെയ്ത് രാഷ്ട്രീയത്തെ വിശാലമായി മനസ്സിലാക്കണം. ഇത് ഈ CPIM-നോടോ SFIയോടോ മാത്രമുള്ള പ്രശ്നമല്ല. ഇത് കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തോടുള്ള പ്രശ്നമാണ്. അതിന്റെ മുമ്പിൽ വർഗീയ വിരുദ്ധരായി നിൽക്കുന്ന എല്ലാ ആളുകളും ഒരുമിച്ച് ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് ഈ ഗവർണറുടെ തിട്ടൂരങ്ങളെ, അതിന് ഓശാരം പറ്റാൻ ക്യൂവിൽ നിൽക്കുന്ന ആളുകളെ. അങ്ങ് ഞാൻ ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഞാനിത് പറയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് കോൺഗ്രസ് പ്രതിനിധി അത് സ്വീകരിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ ഗവർണർ വർഗീയവാദിയാണെങ്കിലും ഏത് കടുത്ത തീവ്രവാദത്തോട് താല്പര്യമുള്ളയാളാണെങ്കിലും അയാളുടെ തീൻമേശയിൽ നിന്ന് താഴേക്കിടുന്ന അപ്പക്കഷ്ണം സെനറ്റ് അംഗത്വമാണോ, സിൻഡിക്കേറ്റ് അംഗത്വമാണോ, ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗത്വമാണോ, അക്കാഡമിക് കൗൺസിൽ മെമ്പർഷിപ്പ് ആണോ, അല്ലെങ്കിൽ സർവകലാശാല VC പ്രോ വൈസ് ചാൻസലർ പദവിയാണോ, അത് ഒരുമിച്ച് ഏത് കൊലപാതകികളോടും ഒപ്പം നിന്ന് വാങ്ങിയ ചരിത്രം അല്പനാളുകൾക്ക് പുറകിൽ വരെ ഈ കോൺഗ്രസിനുണ്ട്. അങ്ങ് ഓർക്കുന്നില്ലേ? കാലിക്കറ്റ് സർവകലാശാലയുടെ സെനറ്റിലും കേരള സർവകലാശാലയുടെ സെനറ്റിലും ഒക്കെ ഇവർ പോയിരിക്കുന്നത് ആരോടൊപ്പമാണ്? ഇതേ ഗവർണർ തീൻമേശയിൽ നിന്ന് താഴേക്കിട്ട അപ്പക്കഷ്ണം രുചിയോടുകൂടെ നുകർന്നു. RSSകാരനായ കൊലക്കേസിൽ കോടതി ശിക്ഷയ്ക്ക് വിധിച്ച കൊലപാതകിയോടൊപ്പം സെനറ്റിലേക്ക് പോയിരുന്നു, ഇല്ലേ? അതിനെ തള്ളിപ്പറയാൻ ഇവർ തയ്യാറായോ? ഞാനതുകൊണ്ട് ആവർത്തിക്കുന്നു, ഇത് ഒരു പാർട്ടി പ്രശ്നമല്ല, ഇതൊരു സംഘടനാ പ്രശ്നമല്ല. ഇത് കേരളം പിന്മടക്കമില്ലാതെ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് നേരെയുള്ള അക്രമമാണ്. ആ നിലയിൽ ഇന്ന് SFI പ്രകടിപ്പിച്ചതുപോലെ, ഇടതുപക്ഷം ഇതിനോടകം പ്രഖ്യാപിച്ചതുപോലെ, ഈ മതനിരപേക്ഷതയ്ക്ക് നേർക്കുള്ള ഗവർണർ ആസൂത്രണം ചെയ്ത ഈ ആക്രമണത്തെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രതിരോധിക്കാനും തുറന്നു കാട്ടാനുമുള്ള അവസരമാണിത്. അതിനെ അങ്ങനെ വേണം അങ്ങ് ഉപയോഗിക്കാൻ. അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് അങ്ങോട്ട് സൂചിപ്പിക്കാനുള്ളത്. ശരി മിഥുൻ, ഞാൻ അങ്ങയിലേക്ക് വരാൻ വൈകുന്നു എനിക്കറിയാം. പക്ഷെ ശക്തമായൊരു വാദം പറഞ്ഞതുകൊണ്ട് ജ്യോതി അങ്ങയുടെ ഊഴമല്ല, ഇതിന് വേഗം മറുപടി എന്നിട്ട് എനിക്ക് അടുത്ത അതിഥിയിലേക്ക് പോകണം. ജ്യോതി നോക്കൂ വേണു ഇതൊക്കെ പറയുന്നല്ലോ. ദേശീയ തലത്തിൽ ഈ RSSനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന കാര്യം ഈ സഖാവിന് അറിയാമോ? പൊട്ടക്കിണറ്റിലെ തവളയാകരുത്. ദേശീയ തലത്തിൽ RSSനെയും BJPയെയും പ്രതിരോധിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ അപ്പക്കഷ്ണം മേടിച്ചുകൊണ്ടാണ് നിങ്ങളിപ്പോൾ രാജസ്ഥാനിൽ ഉൾപ്പെടെ ഒരു MPയെ നിങ്ങൾക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന കാര്യം താങ്കൾ മറക്കരുത്. തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ വേണം നിങ്ങൾ ഈ പറയുന്ന മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ. പിന്നെ താങ്കൾ പറഞ്ഞു എന്താ ഒരു മേശയ്ക്ക് ചുറ്റും വരുന്നുണ്ട് ഇട്ട് തരുന്ന എല്ലിൻ കഷ്ണത്തെ കുറിച്ച്. ഇവിടെ മുഖ്യമന്ത്രിയാണ് ഈ അർലേക്കറുമായി ചേർന്നുകൊണ്ട് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയും എന്താ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ചെയ്യാതിരിക്കാൻ കഴിയുമോ? അങ്ങനെയല്ലല്ലോ നിങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്തിനായിരുന്നു ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതേപോലെ തന്നെ RSSകാരനായ അല്ലെ സംഘീവൽക്കരണത്തിന് വന്നിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന ചാൻസലർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങളുടെ മന്ത്രി കത്തി കൊടുത്തത് ഏത് അവകാശത്തിന്റെ പുറത്താ, ഏത് നിയമത്തിന്റെ പിൻബലത്തിലാ? ഞാൻ പിന്നൊന്ന് ചോദിക്കട്ടെ, താങ്കൾ പറയുന്നു ഇവിടെ കാലിക്കറ്റിലെയും കേരളയിലെയും സെനറ്റിലേക്കുള്ള നിയമനം, ആ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ ഗവർണർക്ക് അവകാശമുണ്ട്, ഗവർണർ എല്ലാവരെയും നിയമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രതിനിധികൾ വന്നിട്ടില്ലേ? കാലിക്കറ്റ് സർവകലാശാലയിൽ 17 പേരെ നിയമിച്ചപ്പോൾ നിങ്ങളുടെ പ്രതിനിധികൾ വന്നിട്ടില്ലേ? കേരള സർവകലാശാലയിൽ നിയമിച്ചപ്പോൾ നിങ്ങൾ വന്നിട്ടില്ലേ? അപ്പോൾ പറയുന്നതാ അത് ഞങ്ങളുടെയൊക്കെ ജനാധിപത്യപരമായി കിട്ടുന്നതാ, നിങ്ങൾ വാങ്ങുന്നത് മാത്രമാണ് അപ്പകൃഷ്ണം. ഉളുപ്പുണ്ടാകണം. ഞാൻ ഇപ്പോഴും ചലഞ്ച് ചെയ്യുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 16 പേരെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ പ്രതിനിധികളുണ്ട്. കേരള സർവകലാശാലയിൽ 17 പേരെ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിനിധികളുണ്ട്. അപ്പോൾ പറയാം അതെല്ലാം അർഹമായി കിട്ടിയതാ, ഞങ്ങൾക്ക് കിട്ടുന്നല്ല അർഹമായിട്ടുള്ളതാ. എല്ലിന്റെ കഷ്ണങ്ങളുടെ എണ്ണമെടുക്കുകയാണ് ജ്യോതി. അതിൽ നിങ്ങളുടെ ഭാഗം അദ്ദേഹം വേർതിരിച്ചിടുന്നു. പറയൂ മറുപടി, വേഗം മറുപടി അതിന്.